SNVA LP സ്കൂൾ ചേപ്പറമ്പ് ഇതൾ വിടരുമ്പോൾ ശതാബ്ദി കുടുംബസംഗമം നടത്തി. ജനുവരി 25 ഞായറാഴ്ച സ്കൂളിൽ നടന്ന പരിപാടിയിൽ KJ ജോണി സ്വാഗതവും ഉമേഷ് NA അധ്യക്ഷതയും വഹിച്ചു. PK സുരേഷ് ബാബു ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി. PK ശ്രീജിത്ത് കലണ്ടർ പ്രകാശനം നടത്തി. PP അജയൻ ശതാബ്ദി വിശദീകരണവും നടത്തി. ലേഖ മോഹനൻ, വിജിഷ മനോജ്, സതീശൻ CK, ജിൻസി ജോയ്, രമേശൻ C എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അഭിജിത്ത് ചെറുകുന്ന് അവതരിപ്പിച്ച മുരളീരവവും നടന്നു. യൂണിവേഴ്സിറ്റിയുണ്ട്, കോളേജുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി. സർവകലാശാലകളുണ്ട്, നളന്ദ, തക്ഷശില, ശാരദ സർവകലാശാലകളുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ 18 പുരാണങ്ങളിൽ 33,000 പേരുണ്ട്. ആ പേരുകളെല്ലാം അർത്ഥമുള്ള പേരുമാണ്. ഇന്നത്തെ പോലത്തെ ടിങ് ടോങ് ഒരു കുട്ടിയുടെ പേരാണ്. എന്താ പേര്? ടിങ് ടോങ്. ഞാൻ ചോദിച്ചു, ജപ്പാനീസ് പേരാണോ? അല്ല. പേരെന്താന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ചൊറ. പാതിരിയായിട്ട് ഇവരെ തീരുമാനമാവാഞ്ഞപ്പോ ഭാര്യന്റെ അച്ഛൻ പറഞ്ഞു, നാളെ രാവിലെ ആദ്യം കേൾക്കുന്നത് ഏതാണോ അത് പേരിട്ടോ. അക്ഷരാഭ്യാസമില്ല. ആരാ ശൂദ്രൻ എന്നറിയാമോ? ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് ജനിച്ച ബ്രാഹ്മണന്മാര്, കയ്യിൽ നിന്ന് ജനിച്ചത് ക്ഷത്രിയന്മാര്, തൊടേമെന്ന് ജനിച്ച വൈശ്യന്മാർ, കാലിന്റെ അടിയിൽ ജനിച്ച് ശൂദ്രന്മാർ. ഇത് മാഷ് ഒരു ദിവസം സ്കൂളിൽ പറഞ്ഞിട്ട് കുട്ടി ഒരു സംശയം ചോദിച്ചു, എന്താ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്ന് എല്ലാറ്റിനെയും ജനിപ്പിച്ചെന്ന് പറഞ്ഞാലോ? അല്ല മാഷേ, എന്താ ബ്രഹ്മാവിന്റെ ഭാര്യയല്ലേ സരസ്വതി? അതെ. പിന്നെ ഓക്കുന്നതിനും പണിയെന്നാണ് ജനിച്ചത്. മനസ്സിലായോ? കാലിന്റെ അടിയിൽ ജനിച്ചവൻ ശൂദ്രൻ. ആരാ ശൂദ്രൻ എന്നറിയാമോ? ആരാ ശൂദ്രൻ? നമ്പ്യാർ, നായർ.